ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശിനെ പതുക്കെ പിടിച്ച് നടത്തുന്ന കാഴ്ച കണ്ട് കാർത്തിക നടത്തുന്ന കാഴ്ച കണ്ട് കല്യാണി അവിടേക്ക് വരുന്നുണ്ട്. എന്തായാലും മനോഹറിന്റെ കാര്യങ്ങൾ എന്തായി എന്ന് കാർത്തിക തിരക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് കല്യാണി അവനെ റിമാൻഡ് ചെയ്തു എന്ന് മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം പ്രകാശൻ ഭയപ്പെടുകയാണ്. കല്യാണിയെയും കാർത്തിക മോളെയൊക്കെ എന്തെങ്കിലും അവർ ചെയ്യും. അവർ 3 പേരും ഇപ്പോൾ ജയിലിലാണ്. ഇനിയിപ്പോൾ ഇവൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നാലാമതൊരാളായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കണം. ആ ഗംഗപ്രസാദ് ജയിലിൽ ചാടാൻ മിടുക്കനാണ്. അങ്ങനെ മക്കൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്നുള്ള ആശങ്കയിൽ ഓരോന്നിങ്ങനെ പറയുകയാണ് പ്രകാശൻ. അങ്ങനെ പ്രകാശൻ പറയുന്നുണ്ട്, ഇനി എന്തായാലും എന്നെ ഒന്ന് വിട്ടേ മക്കളെ, ഞാനൊന്ന് പതുക്കെ നടന്നു നോക്കട്ടെ എന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, അത് വേണോ അച്ഛ എന്ന് ചോദിക്കാണ്ട് മോള് വിട്ടോ. അപ്പൊ കല്യാണി പറയുന്നുണ്ട്, വിട്ടു കൊടുക്ക് നോക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ പയ്യെ നമ്മുടെ പ്രകാശൻ ആ കാല് ആരും പിടിക്കാതെ പതുക്കെ ഉളുക്കി നടക്കുന്നുണ്ട്. കുഴപ്പമില്ല എന്ന് പ്രകാശൻ ആദ്യത്തെ നടത്തത്തിൽ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ 2 ചുവടും കൂടി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രകാശൻ താഴെ വീഴാൻ പോവുകയാണ്. ഓടിച്ചെന്ന് കല്യാണിയും കാർത്തികയും പിടിക്കുന്നുണ്ട്. ആ സമയം കാർത്തിക പറയാണ്, ഇതുകൊണ്ടാണ് അച്ഛൻ ഒറ്റയ്ക്ക് നടക്കണ്ട എന്ന് പറഞ്ഞത്. എന്തായാലും അച്ഛന് ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കണ സമയത്ത് ഇതുപോലെ വീഴുമ്പോൾ കാലിൽ എന്തെങ്കിലും പ്രശ്നം വരും, കാലിൽ സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും. അപ്പം അത് പ്രശ്നമാണ് അച്ഛ എന്ന് പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല മോളെ, ഇടയ്ക്കൊക്കെ ഇതുപോലെ വീണ് നല്ല ശരിയാവുള്ളൂ എന്നിങ്ങനെ പ്രകാശൻ മറുപടി പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശാരിയെയാണ്. ശാരിയാണെങ്കിൽ വളരെ വിഷമത്തോട് കൂടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്, കരയുന്നുണ്ട്. അപ്പം ആ സമയത്ത് രൂപ ആ കാഴ്ച കണ്ടുകൊണ്ട് രൂപ അവിടേക്ക് വരുന്നുണ്ട്. അപ്പം രൂപ പറയുന്നുണ്ട്, അതെ ഇങ്ങനെ കരഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല, എന്തായാലും സരയുനെ ലോകമെമ്പാട് എല്ലായിടത്തും പോലീസൊക്കെ തിരയുന്നുണ്ട്, ഉടനെ തന്നെ കിട്ടുമായിരിക്കും എന്ന് പറയുകയാണ്. അപ്പം ശാരി പറയാണ്, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, കാരണം അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കാണുമോ എന്നതാണ് എൻ്റെ പേടി എന്ന് പറയുമ്പോൾ രൂപ പറയാണ്, അങ്ങനെ അവൾ ചെയ്യില്ല, കാരണം അവളുടെ കുഞ്ഞിനെ ആലോചിക്കില്ലേ അവൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശാരി പറയാണ്, അതിനെക്കുറിച്ച് അവൾക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കയുമില്ല, കാരണം അവളുടെ കുഞ്ഞ് സുരക്ഷിതമായ സ്ഥലത്ത് സുരക്ഷിതമായ കൈകളിലാണെന്ന് അവൾക്കറിയാം. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ എവിടെയോ മാറി നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ശാരി ആശങ്കപ്പെടുകയാണ്. അങ്ങനെ ആ സമയത്ത് പറയുന്നുണ്ട്, എന്തായാലും നിന്റെ മകളല്ലെങ്കിലും സ്നേഹിക്കുന്നവരെപ്പോഴും വേദനിപ്പിക്കാൻ തന്നെയല്ലേ ചെയ്തിട്ടുള്ളൂ ഇതുവരെ എന്നൊക്കെ പറഞ്ഞ് രൂപ സരയുവിനെ അങ്ങനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയും കിരണും ബെഡ്റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയം പറയുന്നുണ്ട്, കല്യാണിയോട് കിരൺ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ നിനക്ക് ആൻറ്റി ഇപ്പം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിൽ നിനക്ക് എന്തെങ്കിലും പന്തികേട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അതെ, നമ്മളവിടെ ചെന്നപ്പോൾ ആ ആൻറ്റിയുടെ പ്രവൃത്തിയിൽ എന്തൊക്കെയോ ഒരു മാറ്റം എനിക്ക് തോന്നിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം കിരൺ പറയുന്നുണ്ട്, നമ്മൾ അവിടെ ചെന്നപ്പോൾ ആൻറ്റിക്ക് നമ്മളെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനുള്ള ഒരു ധൃതി ഞാൻ കണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെന്നപ്പോൾ നമുക്കൊരു ഗ്ലാസ് ചായ പോലും തന്നില്ല എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതെങ്ങനെയാ കിരണേട്ടൻ, സ്വന്തം മകളെ കാണാതിരിക്കണ സമയത്ത് നമുക്ക് ചായ തരുന്നതാണോ ആൻറ്റി ചെയ്യേണ്ടത്? അപ്പം അതുകൊണ്ട് അതിലൊന്നും വലിയ പ്രസക്തിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് ശരിയാണ്, പക്ഷേ ആൻറ്റി ഇത്ര സൈലൻ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ആൻറ്റിക്കും സരയുവിനെ പറ്റിയുള്ള എന്തോ അറിവ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. നമുക്ക് കിട്ടാത്ത അറിവൊന്നും ആൻറ്റിക്ക് എങ്ങനെ കിട്ടാനാണ് എന്ന് കല്യാണി പറയുകയാണ്. എന്തായാലും നമ്മുടെ കിരണിനാണ് ഏറ്റവും കൂടുതൽ സംശയം. അങ്ങനെ കിരൺ പറയുകയാണ്, എന്തൊക്കെയായാലും ആൻറ്റി ഒന്ന് ശ്രദ്ധിക്കണം, ആൻറ്റി അവിടെ ഒറ്റയ്ക്ക് നിർത്താൻ സാധിക്കില്ല, കാരണം മനസ്സ് വിഷമിച്ച് എന്തെങ്കിലും ചെയ്തു പോയാലും നമ്മൾ ആദ്യം വിചാരിച്ചത് ശാരി ആൻറ്റി അവിടെ അമ്മയുടെയും അച്ഛൻ്റെ ഒപ്പം നിൽക്കുന്നത് കൊണ്ടാണ് താര ആൻറ്റി മാറി നിൽക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം താരയാൻറ്റി അവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മ അത്ര കെയർ ആയിട്ടാണ് നോക്കുന്നത്. എൻ്റെ അമ്മ പണിയെടുത്താൽ പോലും താരയാൻറ്റിയെ കൊണ്ട് ഒന്നും ചെയ്യിക്കാറില്ല. പക്ഷേ ശാരി ആൻറ്റി അങ്ങനെയല്ല, ശാരി ആൻറ്റി അവിടെ ഒരു വേലക്കാരിയുടെ സ്ഥാനമാണ് അച്ഛനും അമ്മയും കൊടുത്തിട്ടുള്ളത്. അപ്പം അതൊക്കെ ആൻറ്റിക്ക് അറിയാം. പിന്നെ എന്തുകൊണ്ട് ആൻറ്റി ഇങ്ങനെ മാറി നിൽക്കുന്നത്? എന്തായാലും ഉടനെ തന്നെ അതിൻ്റെ ഉള്ള സത്യാവസ്ഥ പുറത്തു വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രാഹുലും ഇങ്ങനെ ജയിലിൽ മാറി നിന്ന് വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഗംഗയും അതുപോലെ വിക്രവും അവിടേക്ക് വരുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, എന്താ അങ്കിളെ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഇപ്പം എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്.
അല്ല എൻ്റെ മോളുടെ കാര്യം ആലോചിച്ച് എനിക്ക് ആകെ വിഷമാണ്. എൻ്റെ മോളിപ്പോൾ എന്താണാവോ, എവിടെയാണാവോ? എൻ്റെ മോള് ഞാൻ പോരുന്ന സമയത്ത് പ്രാന്താശുപത്രിയിലായിരുന്നു. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്തായാലും അങ്കിളിൻ്റെ മരുമോന് ഈ അവിടെ നിന്നിട്ടും സബ് ജയിലിൽ നിന്ന് ഈ ജയിലിലോട്ട് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ, മരുമോനെന്ന് പറയുന്ന നിന്റെ കാരണം ഞാൻ അടിച്ചു പൊട്ടിക്കും, എൻ്റെ മരുമകനൊന്നുമല്ല അവൻ എന്നിങ്ങനെ രാഹുൽ പറയുകയാണ്. അപ്പൊ ഗംഗ പറയുന്നുണ്ട്, എത്രയായാലും സരയുനായിട്ടുള്ള ബന്ധം വേർപെടുത്തിയിട്ടൊന്നുമില്ലല്ലോ, അപ്പൊ പിന്നെ മരുമകൻ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. അവൻ എൻ്റെ മരുമകനല്ല, അവൻ എൻ്റെ മകളുടെ മരണത്തിന് വേണ്ടി വന്നിട്ടുള്ളവനാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു ചതി തന്നെയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ മകളുടെ ജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ കാലം താമസിച്ചതെന്ന് പറയണേ കേട്ടില്ലേ? 2-3 വർഷമാണ് എൻ്റെ മകളുടെ ജീവിതത്തിൽ താമസിച്ചത്. എന്നിട്ട് അവൾക്ക് എൻ്റെ കൺമണി മോളെയാണത്ര അവൻ ഇഷ്ടം. അവൻ ആരെ ഇഷ്ടമില്ല, അവൻ അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. എൻ്റെ മകളുടെ ജീവൻ എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു. അപ്പോൾ ഗംഗ പറയുന്നുണ്ട്, അവന് 61 ഭാര്യമാരും 57 മക്കളുണ്ടെന്നാണ്. കുറേ ഭാര്യമാരുടെ പേരൊക്കെ ആ പേപ്പറിൽ നിരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും അയാളുടെ കഴിവൊന്ന് സമ്മതിക്കണം എന്നിങ്ങനെ നമ്മുടെ വിക്രം പറയുന്നുണ്ട്. ഇതൊന്നും കഴിവല്ലടാ എന്നിങ്ങനെ രാഹുലും പറയുകയാണ്. അപ്പോൾ ഗംഗ പറയുകയാണ്, അതെ, ചെന്നൈയിലും അവന് 3-4 ബന്ധങ്ങളുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന രാഹുലാണെങ്കിൽ ഗംഗയെ ഒന്ന് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, അത് ശരി, അപ്പൊ നിനക്ക് നേരത്തെ അറിയാമായിരുന്നു അവനെ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എനിക്കറിയൊന്നുമില്ല, പക്ഷേ പേപ്പറിൽ ഇങ്ങനെ കണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞാൻ അവൻ എവിടെയോ കണ്ടതുപോലെ എനിക്കൊരു ചെറിയൊരു ഓർമ്മ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അതെ, അവൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ചിട്ട് അവനെ ഇല്ലാതാക്കും, നിങ്ങൾ 2 പേരും എൻ്റെ കൂടെ നിന്നോളണം എന്നിങ്ങനെ പറയുകയാണ് രാഹുൽ. അപ്പം ആ സമയത്ത് ഗംഗയാണെങ്കിൽ വിക്രത്തിൻ്റെ ചെവിട്ടിൽ പറയുന്നുണ്ട്, അവൻ എൻ്റെ സുഹൃത്താടാ എന്ന് പറയാണ്. നീ എന്താടാ ഇപ്പം അവൻ്റെ ചെവിട്ടിൽ പറഞ്ഞത് എന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിന്നില്ലെങ്കിലുണ്ടല്ലോ ഞാൻ അവനെ ഇവിടെ വെച്ച് തീർക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ വിക്രം പറയണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൻ നമ്മുടെ കൂടെ നിൽക്കട്ടെ, നമ്മളുടെ കൂടെ സ്ട്രെങ്ത് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ശത്രുക്കളെ ഇല്ലാതാക്കാലോ. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, എൻ്റെ ഏറ്റവും വലിയ ശത്രു അവൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സരയുനെയാണ്. സരയു അങ്ങനെ കിടന്നുറങ്ങിയാണ്. ആ സമയത്ത് നമ്മുടെ താരയാണെങ്കിൽ രാവിലെ തന്നെ അടിപൊളി ചായയൊക്കെ ഇട്ട് കൊടുത്ത് അവളെ വിളിച്ചുണർത്തി അവൾക്ക് കൊടുക്കുകയാണ്. അവൾ ആ ചായ വാങ്ങി കുടിച്ചിട്ട് നല്ല ചായയാണെന്ന് അഭിപ്രായം പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവളെങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പം എന്താ വിഷമിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ, എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം, എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കൊണ്ടുതരൂ, കുറച്ച് നേരത്തിനെങ്കിലും എനിക്ക് ഇന്ന് കാണാൻ സാധിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. നോക്കിയാൽ പറ്റില്ല, എന്തായാലും കൊണ്ടുവരണം, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ താര തന്നെ താളിയൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ട് സരയുവിൻ്റെ തലയിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സരയു പറയുന്നുണ്ട്, എൻ്റെ അമ്മയും എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് തരാറുണ്ട്, പക്ഷെ മടിച്ചിയാണ്, കുറച്ചു നേരം ചെയ്ത് കഴിഞ്ഞാൽ കൈ കഴക്കണു എന്ന് പറഞ്ഞ് നിർത്തിപ്പോകും, പക്ഷെ അമ്മ ചെയ്യുന്ന നല്ല സുഖമുണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും എൻ്റെ അമ്മ അതൊരു പാവം തന്നെയാണ്, എന്നെ ഇത്രയും നാളും വളർത്തിയതും എൻ്റെ മകള് ആ കൈകളിലേക്കാണ് ജനിച്ച് വളർന്നതും, എൻ്റെ അമ്മ തന്നെയാണ് ആ കുഞ്ഞിനെ നോക്കിയത്, അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മയെ വെറുക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ഇന്ന് തന്നെ പോയിട്ട് കുഞ്ഞിനെ കൊണ്ടുപോയി 1-2 മണിക്കൂർ കഴിഞ്ഞ് കൊടുക്കാം, ആർക്കും ഒരു സംശയം തോന്നരുത് എന്നൊക്കെ സരയും താരയോട് പറയുമ്പോൾ താര അതിനൊക്കെ സമ്മതം മൂളുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്